അപ്പോൾ ഹലോ ഗായ്സ്, എല്ലാ മച്ചാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹിഹി ഹിഹി ഹിഹി. കഴിഞ്ഞ സീരീസിൽ നമ്മളെ പേടിച്ചിട്ട് നമ്മുടെ ഗെയിം തന്നെ നമ്മളെ പുറത്താക്കിയായിരുന്നു ഹാർഡ് കോർ മൂഡിൽ നിന്ന്. ഏതായാലും ഇത്തവണ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ സർവൈവിൽ വന്നിട്ടുണ്ട്. ചെയ്യാൻ നമ്മൾ ഗെയിമിനെ വരെ പേടിപ്പിക്കുന്ന അത്ര പ്രോ പ്ലെയർ ആയിപ്പോയില്ലേ. ഏതായാലും ഇനി നമുക്ക് ഇച്ചിരി വീറ്റൊക്കെ കളക്ട് ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കാൻ നമുക്കൊരു വീട് വെക്കാൻ പറ്റിയൊരു സ്ഥലം കണ്ടുപിടിക്കണം. ഇവിടെ ഏതായാലും പറ്റത്തില്ല, ഇവിടെ കണ്ടിട്ടൊരു രസമില്ല. അതാണ് ഒരു പുതിയ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് വീട് വെക്കണം. എനിക്ക് എന്നാന്ന് അറിയത്തില്ല, കുറച്ച് ദിവസമായിട്ട് നല്ല ജലദോഷമാണ്. അതിൻ്റെ ഇച്ചിരി കുഴപ്പങ്ങളാണ്, നിങ്ങളതൊക്കെ ക്ഷമിക്കുക. ഇച്ചിരി തുമ്മലൊക്കെ ഇടയ്ക്കാണ്, ആരും പൊട്ടിത്തെറിയാന്നൊന്നും വിചാരിച്ചേക്കല്. ഏതായാലും ഒന്നും പറയാൻ കിട്ടുന്നില്ല. അതാണ് ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് മുന്നേറിക്കൊണ്ടിരിക്കുക. ഏതായാലും അത്രേ ഉള്ളൂ. നടന്ന് അങ്ങനെ നമ്മൾ മരുഭൂമി വരെ എത്തിയിട്ടുണ്ട്. പുതിയ ക്യാപ്റ്റസ് മറ്റേ പൂവില്ലേ, എടുത്തേക്ക്. ഏതായാലും കിട്ടിയതല്ലേ, നമ്മൾ ഓസിന് കിട്ടിയാലും ഒന്നും വിടല്ലേ, അങ്ങനെ ആണ് നമ്മുടെ പോളിസി. ഞാൻ കുറേ സാധനങ്ങൾ പറയാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് ഈ കളി ഉണ്ടാക്കുന്നതിന് മുമ്പ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേൾഡ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ എന്തൊക്കെ പറയണമെന്നൊക്കെ വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കിട്ടിയില്ല. അത് കാരണം തന്നെ നമുക്ക് കളിയിലോട്ട് മുന്നേറാം. മുന്നേറി നമ്മളങ്ങനെ ഒരു വില്ലേജ് കണ്ടുപിടിച്ചിട്ടുണ്ട്. കൊള്ളാല്ലേ. ഏതായാലും ഇവിടെ നമുക്ക് ഓസാൻ കുറച്ച് ആൾക്കാരുണ്ട്. ചെസ്റ്റ് ഒന്നുമില്ല, നമുക്ക് ബെഡ് എടുത്തേക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മുടെ കയ്യിലുള്ള കാരണം എടുക്കണ്ട. ഇനി ഇതിൻ്റെ മണ്ടയിലെങ്ങാണ്ട് ഒരു ചെസ്റ്റ് ഇല്ലേ, ബെഡൊക്കെ ആക്കുക. ഇനി മണ്ടയിൽ ചെന്നിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നേ, എൻ്റെ ഓർമ്മ അനുസരിച്ച് ഉണ്ടെന്നാണ്. പിന്നെ സ്റ്റെപ്പാടി ചെസ്റ്റ് ഉണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ബ്രെഡും ബുക്കും. കുഴപ്പമില്ല, നമുക്ക് ഏതായാലും വെച്ചേക്കാം. നമുക്ക് അത്യാവശ്യം വരും ഇതിൻ്റെയൊക്കെ സാധനം. ഈ ബ്ലാസ്റ്റ് ഫർണസ് നമുക്കങ്ങ് എടുത്തേക്കാം, അല്ലെങ്കിൽ നമ്മളതിന് ഉണ്ടാക്കേണ്ടി വരും ഒരു ഫർണസ്. ആ മുമ്പിൽ നിൽക്കുന്നതാണ് നമ്മൾ വന്ന വില്ലേജ്. ഇതാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് അതിനൊരു ഡെസേർട്ട് ടെമ്പിൾ ഉണ്ടായിരുന്നു. നമ്മുടെ ലക്കേ ഈ ഇടയ്ക്കായിട്ട് ഇച്ചിരി ലക്ക് കൂടുന്നുണ്ടോ എന്നാണ് എൻ്റെ സംശയം. ഇപ്പോൾ ചത്തേനെ ഞാൻ വിചാരിച്ച പ്രഷർ പ്ലേറ്റല്ല ചാടിയെന്ന. അതിനകത്തിന് ഇൻവെൻറ്ററി തോന്നി. ഏതായാലും ഒരു ആപ്പിൾ കിട്ടിയിട്ടുണ്ട്, കിടക്കാച്ചി സാധനം. ഈ ബോണൊക്കെ എടുത്തേക്കാം. ഒരു ഡയമണ്ടിൻ്റെ വല്ലതും ചെസ്റ്റ് പ്ലേറ്റൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ എന്നാ സുഖമായിരുന്നില്ലേ. പിയേഴ്സിങ് വേണ്ട. ഈ ആപ്പിൾ എടുത്തേക്കാം, ഗൺ പൗഡർ എടുത്തേക്കാം, ബോൺ എടുത്തേക്കാം, ഈ ഇതിൻ്റെ സ്ട്രിങ്ങും എടുത്തേക്കാം. ഈ പെട്ടിക്കകത്ത് വല്ലതും ഇതിൻ്റെ അകത്ത് നല്ല സാധനങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു ഡയമണ്ട് നട്ട് വെച്ചേക്കുന്നുണ്ട്. നമുക്ക് ഡയമണ്ടിൻ്റെ ആവശ്യമില്ല. പ്രൊട്ടക്ഷൻ 2ൻ്റെ ബുക്കുണ്ട്, അത് വെച്ചേക്കാം. ഇനി ഇതിൻ്റെ അകത്ത് പിന്നെ ഡയമണ്ടേ ഉള്ളൂ. ഒരു എമറാൾഡ് കിട്ടി, വെച്ചേക്കാം. ഏതായാലും എൻ്റെ മണ്ടേ ഇനി നമുക്ക് മണ്ടയിലോട്ട് തിരിച്ചു കയറാം. എൻ്റെ കഠിനോത്കരമായ യാത്രയ്ക്ക് ശേഷം ഞാനങ്ങനെ മറ്റേ റെഡ് സാൻഡ് വാലിയോ അങ്ങനെ കണ്ടല്ലേ ഈ സ്ഥലത്തിൻ്റെ പേര്. പിന്നെ നമ്മുടെ ജംഗിൾ ബയോമിൻ്റെയും ബോർഡറിൽ എത്തിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് നമ്മുടെ ജംഗിൾ ബയോമ് കിട്ടിയത് കാരണം മരത്തിൻ്റെ മണ്ടയിൽ ഇത്തവണ ബേസ് വെക്കാം. കഴിഞ്ഞ തവണ മൊത്തം ഗുഹിക്കാത്തല്ലായിരുന്നു, എന്നിട്ട് ചുമ്മാ ചത്തുകൊണ്ട് വരുന്നു എല്ലാ തവണയും. ഏതായാലും എന്നെ പോകത്തെ പോകും. സെറ്റ് സ്ഥലം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ മരക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു വീട് വെച്ചേക്കാം. കുറേ ബാമ്പൊക്കെ ഉണ്ടല്ലോ. നമ്മൾ അങ്ങോട്ടാണ് വന്നേ, അതിലാണ് വന്നേ. ഈ മരം ഏതായാലും നമുക്ക് വെട്ടി തുടങ്ങിയേക്കാം, നമുക്ക് ആവശ്യം വരും. ഈ മരം തന്നെ തുടങ്ങിയേക്കാം. നമുക്ക് ബേസ് വെക്കണമെങ്കിൽ അത്യാവശ്യം പ്ലാങ്ക് വേണമല്ലോ. രാത്രിയാകാതായി. എൻ്റെ ബെഡ് എന്തി? ഞാൻ ബെഡ് എടുത്തില്ലേ? ഞാൻ ബെഡ് എടുത്തായിരുന്നല്ലോ വില്ലേജിൽ നിന്ന്. അതെന്തി? ഞാൻ ബെഡ് എടുത്തിട്ടെന്തി? ഏതായാലും സ്ട്രിങ് ഉണ്ട്, നമുക്ക് അതും കൊണ്ട് ഒരു ബെഡ് ഉണ്ടാക്കിയേക്കാം പുതിയത്. ഞാൻ ബെഡ് എടുത്തില്ല അവിടെ നിന്ന്. പിന്നെ എൻ്റെ ബെഡ് അവിടെ 4 ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് 3 വൂള് മതി ബെഡ്. എന്നാലും ഞാൻ അവിടെ വെച്ച് ബെഡ് ഉണ്ടാക്കിയതല്ലേ, ഉണ്ടാക്കിയതല്ല, അവിടെ നിന്ന് ബെഡ് എടുത്തില്ലേ. ഈ ലീഫ് മറ്റിയിട്ട് നമുക്ക് ഇവിടെ വെക്കാം. ലീഫിൻ്റെ മണ്ട വെക്കത്തില്ലല്ലേ. അപ്പോൾ എന്നാ ചെയ്യുന്നത്? നമ്മുടെ ഈ പ്ലാങ്ക് വെച്ചിട്ട് കിടക്കാം. ഇനി ബെഡ് വെക്കാം, കിടക്കുക. സൺസെറ്റ് കണ്ടോ, പുളിപ്പൻ അല്ലേ. ഞാൻ നല്ല ആ ബെഡ് എടുത്തേ ഇല്ലേ. ബെഡ് നല്ല ഇവിടെ പോയി ആക്കറിയാം.
ഞാൻ മരം വെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഈ താഴെ നിന്ന് ഒരു എന്നൊരു സോംബിയുടെ കാർന്ന് ഒച്ച കേട്ടായിരുന്നു. പക്ഷേ ഇപ്പം കാണുന്നില്ല. ഉണ്ടെങ്കിൽ നമ്മൾ ചത്തു കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ ആകാശത്തായിരിക്കും സ്പോൺ ചെയ്യുന്നത്. ആകാശത്തല്ല നമ്മൾ കിടന്നത്. അതാണ്. ഏതായാലും നമുക്കിനി ലാഡർ ഉണ്ടാക്കിയേക്കാം. നമുക്ക് 1.5 സ്റ്റാക്ക് വുഡ് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഉണ്ടല്ലേ. നമുക്ക് ഈ 1/2 സ്റ്റാക്കിനി പ്ലാങ്ക്സ് ആക്കിയിട്ട് നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റെയർ അല്ലല്ലോ ശരി ലാഡർ ഉണ്ടാക്കാം. ലാഡർ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് മരത്തിൻ്റെ മണ്ടയ്ക്ക് കയറാം. നമുക്ക് 2 സ്റ്റാക്ക് ഇത് കിട്ടി പ്ലാങ്ക്സ്. ഏതായാലും ഇനി ഇതുണ്ടാക്കിയേക്കാം. നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാം. സ്റ്റിക്ക് അത്യാവശ്യം വേണം. ഇത്രയും മതിയെന്ന് എനിക്ക് തോന്നി. 9 ഉണ്ടാക്കാൻ പറ്റൂലേ? 9 മതിയോ? ഇച്ചിരി കൂടെ ഉണ്ടാക്കിയേക്കാം. ആവശ്യം വരും. എല്ലാം മണ്ടയ്ക്ക് കയറിയിട്ട് സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ പിന്നെ താഴെ വല്ല സോംബിയും കൂടെ ആയിരിക്കും നമ്മുടെ ലക്കനുസരിച്ച്. 24 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും മതിയായിരിക്കില്ലേ? ഇനി നമുക്ക് നേരെ മരത്തിൻ്റെ മണ്ടയിൽ ചെന്ന് കയറിയേക്കാം. പിന്നെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ അത്യാവശ്യം നല്ല സപ്പോർട്ട് തന്നു കേട്ടോ എനിക്ക്. അതിന് വളരെ വളരെ അധികം താങ്ക്സ് ഉണ്ട് കേട്ടോ. ഏതായാലും നമുക്ക് ഈ മെലണൊക്കെ കളക്ട് ചെയ്ത് തുടങ്ങിയേക്കാം. നമുക്ക് വേറെ ഫുഡ് സോഴ്സ് ഒന്നും ഇല്ലാത്ത കാരണം മണ്ടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കുത്തിയിരിക്കും. താഴെ മൊത്തം സോംബി സ്കെലറ്റനുമായിരിക്കും. ഏതായാലും മരണം ഉറപ്പാകും. അതിന് മുമ്പ് നമുക്ക് ഈ മെലണൊക്കെ എടുത്ത് മണ്ടയിൽ പോവാം. വിശന്നാ ഏതെങ്കിലും കഴിക്കാമല്ലോ. നമുക്ക് ഈ മരത്തിൻ്റെ മണ്ടയിൽ നിന്ന് തന്നെ തുടങ്ങിയേക്കാല്ലേ. ഇവിടെ അത്യാവശ്യം വീഞ്ഞല്ലല്ലോ പക്ഷേ എന്നെ അങ്ങനെ കണ്ടൊരു സംഭവം. മരത്തിൻ്റെ മണ്ടയിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി ഈ താഴത്തെ ലീഫുണ്ടോ, ഈ ലീഫിൻ്റെ ലെവലിൽ നമുക്ക് പ്ലാങ്ക്സ് വെച്ച് തുടങ്ങിയേക്കാം. താഴെ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇവിടെ നിന്ന് തന്നെ തുടങ്ങിയേക്കാം. അതിനൊരു എന്നാ സാധനം, മറ്റേ ബാൽക്കണി അല്ലല്ലോ. നമ്മളൊരു മണ്ടയിലൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. മണ്ട വന്നിങ്ങനെ സൺസെറ്റൊക്കെ കാണാൻ വേണ്ടി. ഏതായാലും കൊള്ളാലേ. താഴെ ഞാൻ മൊത്തം പ്ലാങ്കൊക്കെ വെച്ച് തീർത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മൈൻക്രാഫ്റ്റിത്തെ സ്റ്റാർസണാണ് നമ്മൾ അല്ലേ? കണ്ടോ, ഇത് നമ്മുടെ പോകാനും ഇറങ്ങാനുമുള്ള വഴി ഇവിടെയാണ്. പിന്നെ നമുക്ക് എന്നെ കാണിക്കാനുള്ളേ പിന്നെ വേറെ ഒന്നുമില്ലല്ലേ. പിന്നെ ഇതാണ് മരം. കണ്ടോ, ഇങ്ങനെയാണ് മരം നിൽക്കുന്നത് മൈൻക്രാഫ്റ്റിൽ. പിന്നെ താഴെ ഗ്രൗണ്ടാണ്, താഴെ പച്ചപ്പൊക്കെയാണ്. ഈ പുല്ല് നമുക്ക് കളഞ്ഞേക്കാം. അല്ലെങ്കിൽ ഞാനായതാണ് ഇത്തെ തട്ടിയിട്ട് നേരെ താഴോട്ട് ഒറ്റ ചാട്ടവും കൂടെ ചാടും. അങ്ങനെ എൻ്റെ സ്വഭാവം. ഏതായാലും ഇതും കൂടെ മാറ്റിയേക്കാം. ഇത് മാറ്റിയെന്ന് വെച്ചാൽ ഈ താഴത്തെ ലീഫൊന്നും പൊഴിയത്തില്ലായിരിക്കില്ലേ. പൊഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ ആ ഓട്ടയിൽ കൂടെ താഴോട്ട് പോകും. നിങ്ങളെല്ലാം ഒച്ച കേട്ടായിരുന്നു. ഒരു മിനിറ്റ്. ഇപ്പം കേൾക്കുന്നുമില്ല. ഏതായാലും നമുക്ക് താഴോട്ട് പോയിട്ട് ഇച്ചിരി സ്റ്റോൺ കളക്ട് ചെയ്യണം. സ്റ്റോണൊന്നും കളക്ട് ചെയ്യാതിട്ട് വന്നേ. എനിക്ക് താഴെ സോംബി ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ഞാൻ ഒരൊച്ച കേട്ട പോലെ തോന്നി. താഴോട്ട് ഇറങ്ങിയിട്ട് ഒറ്റ ഓട്ടോ വന്നു, അല്ലെങ്കിൽ മിക്കവാറും വന്ന് നമ്മളെ ആരെങ്കിലും കൊല്ലും. ഒച്ച ഇപ്പോൾ ഇല്ലല്ലേ? കണ്ടോ, ഓടിക്കോ ചത്തി. കണ്ട, ഞാൻ പറഞ്ഞില്ലേ എവിടെ നിന്ന് എനിക്ക് അടിയും കിട്ടി. ഇപ്പം കാണാനുമില്ല. സ്കെലറ്റനാണ് വന്നേ. സ്നൈപ്പ് ചെയ്തിട്ടു എന്നെ. ഭാഗ്യത്തിന് ചത്തില്ല. നമുക്ക് ഇവിടെ തന്നെ ഒന്ന് കുഴിച്ച് ഇച്ചിരി സ്റ്റോൺ കളക്ട് ചെയ്യാം. എന്നിട്ട് മണ്ടയിലോട്ട് പോകാം. വേണ്ട അത്ര സ്റ്റോൺ നമ്മളങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ട്. 25 കോബിൾ സ്റ്റോൺ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലേ, നോക്കട്ടെ. 25 ഉണ്ട്. നമുക്കിനി മണ്ടയിലോട്ട് പോയപ്പോൾ ഒരു ഒച്ച കേട്ട് പോലെ തോന്നി. ഈ ബാമ്പ് ഉള്ളതാണ്. ഞാൻ തട്ടി നിൽക്കും. ഞാൻ ഇച്ചിരി ഡേർട്ടും കൂടെ എടുത്തേക്കാം. നമുക്ക് മണ്ടയിൽ ചെന്ന് ഫാമൊക്കെ ഉണ്ടാക്കാമല്ലോ. അല്ലാതെ ഏതായാലും താഴോട്ട് വന്ന് സോംബിയുടെയും സ്കെൽറ്റൻ്റെയും ഒന്നും ചാണ്ടല്ലോ. ഏതായാലും ഇത്രയും മതി. 3 എടുത്തല്ലേ. ഇനി നമുക്ക് മണ്ടയിലോട്ട് ഒറ്റ ഓട്ടത്തിന് കാണണം. ഈ ബാമ്പ് ഉള്ളതാണ്. ഞാൻ തട്ടി നിൽക്കുക. വല്ലതും ഉണ്ടോ? അത് നമുക്കിവിടെ ഇല്ല. ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്യൂബ് പോലെ. എനിക്ക് ഒരു മൈനിങ്ങിന് വേണ്ടി മാത്രം. ഇപ്പം കണ്ട സ്കെലറ്റനൊക്കെ അവിടെ പോയി. ഞാൻ ആ ട്യൂബ് മണ്ട വരെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ഒരു കാര്യം നോക്കുന്നത്. ഞാൻ ഇത് വെച്ചില്ല, ലാഡർ വെച്ചില്ല. താഴോട്ട് എങ്ങനെ പോകുന്നത്? താഴോട്ട് നമ്മുടെ മറ്റേ വഴി കൂടെ പോയി കഴിഞ്ഞാൽ സ്കെലറ്റൻ വല്ലതും ഉണ്ടെങ്കിൽ കൊല്ലുകയും ചെയ്യും. ഒരു ലാഡറേ ഉള്ളൂ. നമുക്ക് ഇതും കൊണ്ട് മൊത്തം പ്ലാങ്ക്സ് ഉണ്ടാക്കിയിട്ട് ലാഡർ ഉണ്ടാക്കിയിട്ട് താഴോട്ട് പോവാം. ലാഡർ ഉണ്ടാക്കിയാലും ഞാൻ എങ്ങനെ താഴോട്ട് പോകുന്നു? ഇപ്പം താഴോട്ട് പോയേനെ. എനിക്ക് സംശയം തോന്നിയായിരുന്ന നമ്മൾ മറ്റേ ആ ലോഗ് വെട്ടിയപ്പം ഇങ്ങനെ പൊഴിയുമെന്ന്.
ഇനി ബാക്കിയുള്ളതും കൂടെ പൊഴിവാകും. ഞാനിവിടെ ഇത് വെച്ചില്ലായിരുന്നു, ക്രാഫ്റ്റിംഗ് ടേബിൾ. നമുക്ക് ഈ മൂലയിലായിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങ് വെച്ചേക്കാം. ഇനി നമുക്ക് ഇച്ചിരി പ്ലാങ്ക്സ്, ഇതും ഈ 12 ലോഗ് മൊത്തം നമുക്ക് പ്ലാങ്ക്സ് ആക്കിയിട്ട് സ്റ്റിക്ക് ഉണ്ടാക്കാം. നമ്മുടെ ബാമ്പു ഉണ്ടായിരുന്നില്ലേ? ഒരെണ്ണമെങ്കിലും ബാമ്പു ബാക്കി വെക്കണ്ടായിരുന്നു നമുക്ക് വളർത്താൻ വേണ്ടി. കുഴപ്പമില്ല, 3 ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇച്ചിരി ലാഡർ ഉണ്ടാക്കിയിട്ട് ഏതായാലും ഞാൻ താഴോട്ട് പോകാം. ഞാൻ എങ്ങനെ താഴോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ എങ്ങനെയാണ് പോകുന്നത്? ഇതിലെ പോയി കഴിഞ്ഞാൽ വല്ല സോംബി സ്കെൽറ്റനും വന്ന് കൊല്ലും. ഇങ്ങനെ വെച്ച് വല്ലതും പോകാം. താഴെ വെക്കാൻ പറ്റുമോ നോക്കട്ടെ. താഴെ വെച്ചിട്ടുണ്ട്, നടുക്ക് പറ്റുന്നുമില്ല. താഴോട്ടൊന്ന് പോയാൽ എൻ്റെ ചട്ടനെ വെച്ചിട്ടുണ്ട്. ചത്തില്ല. ഈ സാധനം ബീൻസോ, ഈ വള്ളി പോലത്തെ സാധനമുള്ള കാരണം ചത്തില്ല. പക്ഷേ ഈ വള്ളി പോലെ സാധനം ഇങ്ങനെ നിൽക്കുന്നതും അപകടമാണ്. നമുക്ക് ഈ സാധനമുള്ള കാരണം ലാഡറെ കയറാൻ പറ്റത്തില്ല. ഇത് മാറ്റിയിട്ട് നമുക്ക് ലാഡർ വെക്കാൻ നോക്കാം. ഇതൊന്ന് മാറ്റണമല്ലോ. ഞാനിങ്ങനെ ഫുൾ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇച്ചിരി സ്റ്റോൺ ടൂൾസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി മൈനിങ്ങിന് പോകാൻ വേണ്ടി എനിക്ക് ഇച്ചിരി കോളിൻ്റെ ആവശ്യമൊക്കെ ഉണ്ട്. കോളിൻ്റെ കൂടെ ഇച്ചിരി അയൺ കിട്ടിയാലും കുഴപ്പമില്ല. ആക്സും കൊണ്ടൊക്കെ ഇത് സ്റ്റോൺ കുഴിക്കുന്നു. പിന്നെ ബുദ്ധിശാലിയല്ലേ ഞാൻ. ഇപ്പം തന്നെ ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് 5-6 മണിക്കൂറായി. ഈ വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല ലെങ്ത് കാണും ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ കാട്ടിൽ. ഞാനങ്ങനെ കോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അയണും കണ്ടുപിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം അയൺ ഉണ്ടെന്നാണ് തോന്നേ. നമുക്ക് ആദ്യം തന്നെ കോൾ എടുക്കാം. കോളിൻ്റെ ആവശ്യമായിരുന്നു എനിക്ക് അത്യാവശ്യം ഉള്ളത്. ഏതായാലും അയൺ കിട്ടില്ല. അയണും കൂടെ നമുക്ക് ഇതന്നെ ഇൻവെൻട്രിക്ക് അകത്ത്. ഇൻവെൻട്രി മൊത്തം ഫുള്ളാണ്. ഇപ്പം നമുക്ക് കളയാൻ പറ്റുന്നത് ബെഡ് വേണ്ട. നമുക്ക് ഈ പ്രഷർ പ്ലേറ്റ് അങ്ങ് കളഞ്ഞേക്കാം. കോൾ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പഴയ വുഡൻ ആക്സും കൂടെ കളഞ്ഞേക്കാം അല്ലേ? അതായിരിക്കും നല്ലത്, വേറെ ഒന്നുമില്ലല്ലോ. ആക്സും കൂടെ കളഞ്ഞേക്കാം. അയണും കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള അയണും കൂടെ കളക്ട് ചെയ്തിട്ട് മണ്ടയിലോട്ടില്ല. എന്നിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. എനിക്ക് 10 അയൺ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ബ്ലാസ്റ്റ് ഫർണസിൽ വെച്ചേക്കാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഇൻവെൻട്രി ഒന്ന് സോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്പേസ് കാണത്തില്ല മൈനിങ്ങിനൊക്കെ പോകുമ്പോൾ. TNT ഞാൻ നമ്മുടെ പഴയ ഡെസേർട്ട് ടെമ്പിളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. അയണൊക്കെ അങ്ങനെ സ്മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കണ്ടായിരുന്നു, ഒരു വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 അയണും കൂടി ഉള്ളൂ. ഇനി ഏതായാലും നമുക്കൊന്നും കൂടെ ഇതിന് പോകാം. ഇവിടെ തന്നെ തിരുട്ടാണ്. അയൺ ഞാൻ കുറച്ച് കുഴിച്ച് വന്നേ ഉള്ളൂ, നമ്മൾ നേരത്തെ കുഴിച്ചെടുത്തുനിന്ന്. ഏതായാലും ഇതും കൊണ്ട് മണ്ടയിലോട്ട് പോകാം. ഇനി 8 എണ്ണം കിട്ടിയിട്ടുണ്ട്. ആ സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം, വാങ്ങാം. ഇച്ചിരി പ്ലാങ്ക്സ് ഉണ്ടാക്കിയിട്ട് ഒരു ഷീൽഡ് ഉണ്ടാക്കിയേക്കാം. താഴെ മൊത്തം എനിമീസ് ആയതാണെന്നും പറയാൻ പറ്റൂലേ. അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ. ഇനി താഴോട്ട് ചെന്ന് ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് നമുക്കിവിടെ മണ്ടയിൽ ഒരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കണം, എന്നാലേ ശരിയാത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ സംസാരത്തിൽ ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തുമ്മിച്ചായിരുന്നു. ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു തുമ്മിച്ചുമില്ല. ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇൻഫിനിറ്റ് സോഴ്സ് ഉണ്ടാക്കാം. അടുത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് ഈ വെള്ളം ഒഴിച്ചേക്കാം. അങ്ങനെ നമ്മൾ ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി എത്ര വെള്ളം വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇനിയും കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ അത്യാവശ്യമല്ല നല്ലപോലെ കമൻറ്റ് ചെയ്തായിരുന്നു, അതിന് വളരെയധികം നന്ദിയുണ്ട്. ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതായിരിക്കും ബൈ.